ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് പോലെ കരുതുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ടാറോ റീഡറെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസും വഴികാട്ടിയും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവായ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു നിരാശയുടെ ഘട്ടം അല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്ന ഒരു നഷ്ടബോധം ഇതിനെയൊക്കെ നമ്മളിൽ നിന്ന് കളഞ്ഞേക്കുക. കാരണം ഇതെല്ലാം നമ്മളിൽ വന്നു പോകേണ്ട കുറേ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവരാണ്. അതെല്ലാം നമ്മൾ ചെയ്തേ നമുക്ക് പൂർണ്ണത കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക, പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നമുക്ക് കഴിയുന്ന അത്രയും സഹായവും സേവനം ചെയ്യുക. എന്തൊക്കെ സേവനം ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നോ നമ്മളെ മറന്ന് നമ്മൾ കുറേയൊക്കെ സേവനം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച തന്നെ ഉണ്ടാകുമെന്ന് 100% ഞാൻ യൂണിവേഴ്സലിൻ്റെ മധ്യസ്ഥതയോടെ പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് തന്നെ എംബറസ് ആണ്. അതായത് ഇതിനകത്ത് കുറേ വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു എനർജി, അത് മെയിലായാലും ഫീമെയിലായാലും വളരെ കരുണയുള്ള വ്യക്തികളാണ്. അതെന്തിനോടും നിങ്ങൾക്ക് കരുണയും ഒരു മാതൃസ്നേഹവും, അതേത് ജീവജാലങ്ങളോടും നിങ്ങൾക്ക് വളരെ സഹാനുഭൂതിയുള്ള വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകളുടെ ഇത് എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്കഡായിരുന്നു. അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, പുതിയൊരു കാര്യം ചെയ്യേണ്ടതെന്നറിയാതെ ജസ്റ്റ് പകച്ച് നിന്ന കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്നു, നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആവാൻ പോവുകയാണ്. നിങ്ങൾക്ക് കുറേ ക്രിയേറ്റിവിറ്റി, സ്വർഗാത്മകത, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ സാധിക്കുന്നവരാണെന്നും നിങ്ങൾക്ക് അതിനുള്ള ഒരു യൂണിവേഴ്സലിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞു എന്നും ഇനി നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവുമാണെന്നും നിങ്ങളുടെ മൈൻഡിന് നല്ല പവറും അതുപോലെ ഒരുപാട് ഇൻഡ്യൂഷൻ, നിങ്ങൾക്ക് എന്താണ് നാളെ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻഡ്യൂഷനും കാര്യങ്ങളും നിങ്ങളിലേക്ക് വരികയാണെന്നും അതുപോലെ തന്നെ ഒരുപാട് സ്കിൽസ് ഉള്ളവരാണ്, ഒരുപാട് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നമുക്കിതിനകത്ത് പൂർണ്ണമായും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ കഴിവുകളെയെല്ലാം, സ്വർഗാത്മകത എന്നാണ് പറയുന്നത്, നിങ്ങളുടെ കഴിവുകളെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെയെല്ലാം നിങ്ങൾ യൂസാക്കുക, നിങ്ങൾ അതിനെയെല്ലാം ഉപയോഗിക്കുക എന്നാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് നിങ്ങളുടെ 7 ചക്ര മെഡിറ്റേഷൻ, നിങ്ങളുടെ ബോഡിയിലെ 7 ചക്രാസുകളെയും നിങ്ങൾ ഉണർത്തുക, അതിനെല്ലാം വർക്കിംഗ് ആക്കുക എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇവിടെ ഇൻഡ്യൂഷൻ കുറവാണ്, അതായത് ആജ്ഞാചക്രയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റക്കഡാണ്, നിങ്ങളുടെ റൂട്ട് ചക്രയും വർക്കിംഗ് അല്ല, അതായത് അതും ഒന്നും ഊർജ്ജസ്വലമല്ല എന്ന് വ്യക്തമായി കാണിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. പക്ഷെ അറിവില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു യൂട്യൂബിനെയോ അല്ലെങ്കിൽ ഒരു ഗുരുവിനെയോ കണ്ടെത്തുക. നിങ്ങളത് ജസ്റ്റ് ഒരു ചെറിയൊരു കോഴ്സിലാണെങ്കിലും ചേർന്ന് അത് നമ്മുടെ ലൈഫിൽ നിത്യമായ ജീവിതത്തിലേക്ക് യൂസ്ഫുൾ ആക്കുക എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായിട്ടാണത്. നമ്മളുടെ സാമ്പത്തികമായ പ്രശ്നം, കരിയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിന് സമാധാനമില്ലായ്മ, ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരിക, ഒന്നിലും നമ്മൾക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാതെ വരിക, നമ്മൾ ആകെ ഒരു മാനസികമായിട്ട് ഒരു അതായത് മൊത്തത്തിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ്, മൈൻഡും ബോഡിയും എല്ലാം ഡിസ്റ്റർബൻസിൻ്റെ കാരണം നമ്മുടെ ചക്രാസിൻ്റെ പ്രോബ്ലം ആണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട്
വ്യക്തമായി മനസ്സിലാക്കുക. അത് ജസ്റ്റ് നമ്മൾ 10 മിനിറ്റ് ആണെങ്കിലും ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മുടെ ബോഡി പാർട്ടുകളെ ഒന്ന് തിങ്കിങ് ചെയ്താൽ പോലും അത് വർക്കൗട്ട് ആവുന്നതാണ് എന്നാണ് നമ്മളോട് ഇപ്പോൾ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കൂ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങൾക്ക് ഒരുപാട് അനുകമ്പയും എന്തിനേയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഏത് സാഹചര്യത്തിലും ഒത്തുപോവാൻ കഴിയുന്ന ഒരു മാതൃഹൃദയത്തോടു കൂടിയവരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾക്കിനി നല്ല ഒരു സമൃദ്ധിയൊക്കെയാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ യൂസ്ഫുൾ ആക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? 4 ഓഫ് സോഴ്സാണ്. 4 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിശ്രമത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും ഒരുപാട് ഇമോഷണലി തകർന്നിരിക്കുന്ന കുറേ വ്യക്തികളെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അതൊരു വ്യക്തിയുടെ പിന്നാലെയാണെങ്കിലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എവിടെയോ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾ ആ ഒരു അടഞ്ഞ ആ ഒരു ഇരുട്ടിൽ പെട്ടതുപോലെ നിൽക്കുന്ന കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറി, അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് കുറച്ച് ധ്യാനം, കണ്ടോ മെഡിറ്റേഷൻ വീണ്ടും വരികയാണ്. കുറച്ച് സമയം നിങ്ങൾ സൈലൻ്റ് ആയിട്ടൊന്ന് പ്രെയർ ചെയ്യുക, കണ്ണുകൾ അടച്ചിരുന്ന് ഒന്ന് ധ്യാനിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനൊരു ശക്തി കൊടുക്കുക. അതായത് നിങ്ങളൊരു ഇടവേള എടുക്കുക. എല്ലാ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ സോളിനൊക്കെ ഒരു ചെറിയ ഇടവേള കൊടുക്കൂ എന്നാണ് ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം അത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഒരു ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ലൈഫിൽ. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. നിങ്ങളപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഡൗൺ ആയ മനസ്സിനെ ഇതിനെയെല്ലാം കളഞ്ഞ് നിങ്ങളൊന്ന് സ്ട്രെങ്ത് ആവുക. കണ്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. നിങ്ങളൊന്ന് ശക്തിയാവുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഡെത്തായി പോയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാതെ, അതായത് ആ ഡെത്ത് ആവാനുള്ള കാരണം നിങ്ങൾക്ക് മുന്നിൽ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ഏത് സാഹചര്യം കൊണ്ടാണെങ്കിലും കുറേ ഓപ്ഷൻസ് വന്നപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനായിപ്പോയി. ഇതിനകത്ത് ഞാൻ ഏത് യൂസ് ചെയ്യണം, ഏത് ഒഴിവാക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പെട്ടുപോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ പ്രതിസന്ധികളെയൊക്കെ നിങ്ങളോട് അഭിമുഖീകരിക്കാനായിട്ട്, അതുപോലെ നിങ്ങളുടെ അഭിലാഷങ്ങളിലേക്ക് എത്തിച്ചേരാനും ആയ ഒരു ധൈര്യം, പ്രതിരോധം, അതുപോലെ ആന്തരികമായ, അതായത് മെഡിറ്റേഷനെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ഈ റീഡിങ്ങിൽ വരികയാണ് കേട്ടോ. മെഡിറ്റേഷൻ മാത്രമല്ല, പ്രെയറും എല്ലാ മെഡിറ്റേഷനിൽ കാണണ്ട. പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും മെഡിറ്റേഷൻ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളോട് പോകാനായി, അതിനുള്ള സമയമായി, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന ഒരു കൺഫ്യൂഷനിൽ പെട്ട് നിങ്ങളുടേതായ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെത്തായി പോയിട്ടുണ്ട്. അത് തിരിച്ചറിയുക. നിങ്ങൾ എത്രയും വേഗം സ്ട്രെങ്ത് ആവുക. നിങ്ങൾക്ക് മുന്നിൽ ഹാപ്പിനെസ്സാണ്. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ഐക്യം സൂചിപ്പിക്കുന്ന ഒരു സമാധാനം, സന്തോഷം, ഒരു പൂർണ്ണത, പൂർത്തീകരണമൊക്കെയാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, എന്തൊക്കെയാണോ നിങ്ങളിലേക്ക് ബ്ലോക്കേജായി പോയത്, നിങ്ങൾക്കിനി ബ്ലാക്ക് മാജിക്ക് ചെയ്തു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ വെറുതെ തിങ്കിങ് ചെയ്തതെല്ലാം എടുത്ത് കളയുക. നിങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജി എടുത്ത് കളയുക. ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുക. അത് പ്രാർത്ഥനയിലൂടെയും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വരുന്നത് പ്രെയറിന് പ്രാധാന്യം കൊടുക്കുക, മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ചക്രാസുകളെ എല്ലാം നിങ്ങൾ വർക്കിംഗ് ആക്കുക എന്ന് തന്നെയാണ് കേട്ടോ ഇന്ന് വരുന്ന ഫുൾ മെസ്സേജുകളും ഇതിനകത്തുനിന്ന് എനിക്ക് ലഭ്യമാകുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിനി വരാൻ പോകുന്ന ഒരു അബണ്ടൻസ്, ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം, ആഴത്തിലുള്ള ഒരു സമൃദ്ധി, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിനി ഒരു കാരണവശാലും ഒരു ബ്ലോക്കേജും നിങ്ങളിൽ ഇല്ല.
ആ ബ്ലോക്കേജ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു നിമിഷമെങ്കിലും കണ്ണുകൾ അടച്ച് നിങ്ങളെ പൂർണ്ണമായും ഒന്ന് കാണുക. നിങ്ങളുടെ ശിരസ്സു മുതൽ കാൽപാദം വരെയുള്ള നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പൂർണ്ണമായും ആ ഒരു ക്രൗൺ ചക്ര മുതൽ റൂട്ട് ചക്ര വരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് ഓരോ ഭാഗങ്ങളെയും കട്ട് ചെയ്ത് നിങ്ങളൊന്ന് കാണുക. നിങ്ങളുടെ ആ ഒരു ഉൾമനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളതൊന്ന് കാണുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തൊഴിലിൽ സമൃദ്ധി, നിങ്ങൾക്ക് അടഞ്ഞ വാതിലുകളെല്ലാം തുറന്ന് നിങ്ങൾ വളരെ സന്തോഷവും സുഖകരവുമായ ഒരു ലൈഫിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢനിശ്ചയമാണ്, പവർഫുള്ളും ഊർജവുമാണ്. നിങ്ങൾ പഴയ എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് അതെല്ലാം നിങ്ങൾക്കിനി പിടിച്ചടക്കാം. അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും ജസ്റ്റിസ് കിട്ടുകയാണ്. നഷ്ടപ്പെട്ടു പോയ എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു പല കാര്യങ്ങൾക്ക്. അത് തൊഴിൽ സംബന്ധമായ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിനെ ഒരു എന്താ പറയുക, നമുക്കൊരു തുല്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു. നിങ്ങൾ ആ ഒരു സ്ട്രഗിളിങ്ങിന് നിങ്ങൾക്കിനി പ്രകാശമാണ്. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സൺ റൈസിംഗ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. കാരണം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ സോളും നിങ്ങളും പവർഫുള്ളായെന്നും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഊർജ്ജസ്വലതയോടെ ചെയ്യാനുള്ള ഒരു പവറായി കഴിഞ്ഞു എന്നും നിങ്ങൾ മനസ്സിലാക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങളോട് അപ്പോഴും പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനും കാര്യങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുക എന്നാണ് കേട്ടോ. അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഓഫ് പെൻഡിക്കിൾസ് ആണ്. അപ്പോൾ 8 ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു കോൺസെൻട്രേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് സംബന്ധമായ കാര്യത്തിൽ നല്ലതുപോലെ കോൺസെൻട്രേഷൻ കൊടുക്കണം. നിങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. അത് സാമ്പത്തികമായൊരു കാര്യം നേടാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ തൊഴിലിൽ ശരിക്കും ഒരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. കാരണം തൊഴിൽ സംബന്ധമായ കാര്യത്തിൽ ഇച്ചിരി ഫോക്കസ് ചെയ്യണമെന്നും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല സാമ്പത്തികം കൈകളിലേക്ക് വരുന്നതായിട്ടുമാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യുക എന്ന്, സാമ്പത്തികത്തിൻ്റെ പേരിലാണെങ്കിലും തൊഴിൽ സംബന്ധമായ കാര്യത്തിലാണെങ്കിലും ഇച്ചിരി റിസ്ക് എടുക്കാനും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഇന്ന് വരുന്നുണ്ട് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത്. അതിനകത്ത് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. ഹാർഡ് വർക്ക് നമുക്ക് നല്ലത് തന്നെയാണ്. അർപ്പണബോധത്തോടും നല്ല നിറഞ്ഞ മനസ്സോടും കൂടി നിങ്ങൾക്ക് ഇന്ന് ആ ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ചേഞ്ചിങ് മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കും. കാരണം നിങ്ങൾ ഇച്ചിരി റിസ്ക് എടുക്കേണ്ട വരും, ഇച്ചിരി ഫോക്കസ് ചെയ്യേണ്ട വരും. ഇച്ചിരി തൊഴിൽ സംബന്ധമായ കാര്യത്തിൽ ഇന്നൊരു ഓവർ വർക്ക്, ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലാരും വിഷമിക്കേണ്ട, നമുക്കത് അത്യാവശ്യമാണ്. നമ്മൾ നല്ല നിറഞ്ഞ മനസ്സോടെ, അതായത് സമർപ്പണത്തോടു കൂടി തന്നെ അത് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് എന്താണ്? ക്യൂൻ ഓഫ് കപ്സ് ആണ്. കാരണം ഇമോഷണലിയും, അതായത് നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്തു എങ്കിൽ അതിൽ ഇമോഷണലി നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ, വീണ്ടും അവിടെ ഒരു ഇൻഡ്യൂഷൻ്റെ ഇതാണ് കേട്ടോ കയറി വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ മെസ്സേജിലും ഇൻഡ്യൂഷനും അതുപോലെ പ്രെയറിനൊക്കെ വളരെ പ്രാധാന്യം വരുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് അതിലേക്ക് ഒരു ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റുക കേട്ടോ. നമുക്കിടെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒരു നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒന്നാണ് ഈ ഒരു ദുഃഖവും നിരാശയൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ നിങ്ങളത് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സമയം, ഒരു കുറച്ച് സമയമുണ്ട് നമുക്ക് കഷ്ടത എന്ന് പറയുന്നത്. എപ്പോഴും സുഖം മാത്രം നമ്മൾ ആഗ്രഹിക്കരുത്. ഇടയ്ക്കൊക്കെ നമുക്കൊരു വിരഹവും ദുഃഖവും ഒരു കഷ്ടതയും ഇച്ചിരി ഒരു സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടൊക്കെ വരണം. അപ്പോഴാണ് നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ പവർഫുൾ ആവുകയുള്ളൂ, കുറേയും കൂടി നമ്മളിലുള്ള കഴിവിനെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹാനുഭൂതിയൊക്കെ ഇന്ന് കൂടുതലുണ്ടാകും. വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും കരുത്തുമൊക്കെ ഉണ്ടാകും. അതുപോലെ ഇമോഷണലി നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ. ഒരു സമൃദ്ധിയും അബണ്ടൻസ് ഒക്കെ ഉണ്ട്.
അതുപോലെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നമ്മൾ ആ ഒരു ഓവർ വർക്ക് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്കടെ കൈക്കുള്ളിൽ അതിൻ്റെ ആ ഒരു ഫലം ലഭിച്ചിരിക്കും കേട്ടോ. വളരെ നല്ല രീതിയിൽ അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇന്ന് നല്ല വിജയമായിരിക്കും. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം കാണുന്നു. പിന്നെ നമുക്ക് പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ആവേശവും ജിജ്ഞാസയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഇന്ന് നമുക്ക്. വളരെ ഫോക്കസിങ് ചെയ്യുന്ന ദിവസമാണ്. എന്ത് കാര്യവും ചെയ്യാൻ നമുക്ക് കുറേ ആളുകൾക്ക് ഇന്ന് മടിയില്ലാണ്ട് വളരെ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് സാധ്യതകൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അതായത് നിങ്ങൾ എവിടെയൊക്കെയോ ചീറ്റിംഗ് ചെയ്യപ്പെടുകയും വഴിതെറ്റി പോകുകയൊക്കെ ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, നിങ്ങളെ ആരൊക്കെയോ പ്രതീക്ഷകൾ തന്ന് തകർത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളെ വഴി തെറ്റിച്ച് വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ശരിയായ ദിശ, അതായത് നമ്മളോട് നാളെ റെഡിയാവും, നാളെ കഴിഞ്ഞ് റെഡിയാകും എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യമാണ് ഈ വഴി തെറ്റിച്ച് വിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇന്നൊരു ചേഞ്ചിങ് വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ നല്ല പോലെ റിസ്ക് എടുത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ഒരു കിങ് ഓഫ് വാൺസ് നിങ്ങൾ അതിനകത്ത് വിജയം കൈവരിച്ച് നിങ്ങൾ എന്തായിത്തീരും, ഒരു ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾക്കിരിക്കാൻ സാധിക്കുകയും അതുകൂടാതെ തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആവുകയും നിങ്ങളുടെ ആ ഒരു പെയിൻ, നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾ കരിയർ സംബന്ധമായി അനുഭവിച്ച ആ ഒരു പെയിൻ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയാണ് കേട്ടോ. ഇനി കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു വാതിൽ തുറന്നു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങൾക്ക് വേണ്ടി പോരാടിയോ ആ സാഹചര്യങ്ങൾക്കെല്ലാം നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറന്നു എന്നും നിങ്ങൾ ഇമോഷണലി ഒരു സമൃദ്ധി, ഒരു സമാധാനം, റിലാക്സേഷൻ ഒക്കെ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ശാന്തമായി കുറേ നേരം ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു ബർഡനും ആ ഒരു പെയിനും നിങ്ങൾ അനുഭവിച്ച അപമാനവും അവഗണനയും എല്ലാം നിങ്ങളിൽ നിന്ന് പോയിട്ട് ഇന്നൊരു കിങ് ഓഫ് വാൺസ് നിങ്ങളുടെ കരിയർ സംബന്ധമായ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ നിങ്ങളെത്തും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ പോലും നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം നൽകാൻ, നിങ്ങളുടെ മുകളിലിരിക്കുന്ന വ്യക്തിക്ക് പോലും നിങ്ങളുടെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പിന്നെ വരാൻ പോകുന്ന എന്താണ്, ജസ്റ്റിസാണ്. അതായത് നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ എത്തിക്കുക. നിങ്ങൾ ഒരു വളരെ സന്തോഷമായൊരു കുടുംബജീവിതം ആഗ്രഹിച്ചവരാണെങ്കിൽ ആ നിരാശ, പഴയ കാലത്തെ ആ ഒരു നിരാശയും നഷ്ടബോധവും എല്ലാം നിങ്ങൾ കളഞ്ഞേരെ നിങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ്, വളരെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ജസ്റ്റിസാണ്. നിങ്ങൾ നീതിയും സത്യസന്ധവുമായി കാര്യങ്ങൾ ചെയ്യുക. ഇന്നത്തെ ദിവസം വെല്ലുവിളികളെ എല്ലാം നേരിടുക. നിങ്ങളുടെ വിശ്വസ്തത, നിങ്ങൾ സത്യസന്ധമായി ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ ആ കാര്യത്തിന് നിങ്ങൾ സത്യസന്ധത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ദ ലവേഴ്സാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ സോളും നിങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളവരുമെല്ലാം വളരെ ഹാപ്പിയായി തന്നെ തീരുകയും നിങ്ങൾക്ക് ഇന്ന് പുതിയ കുറേ സന്തോഷങ്ങളും പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നും ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്ന. സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോബ് സംബന്ധമായ കാര്യത്തിന് പൈസയ്ക്ക് ബുദ്ധിമുട്ട് നടന്നവർക്കാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ള മാർഗം തെളിഞ്ഞു വരും. ആരൊക്കെയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഏറ്റവും നല്ലൊരു പോസിറ്റീവായ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു പൂർണ്ണതയുടെ ദിവസം. പക്ഷേ ചിലർക്ക് ഒരു വിശ്രമിക്കണമെന്നും ഇച്ചിരി ജോബ് സംബന്ധമായ കാര്യത്തിൽ ഇച്ചിരി ഹാർഡ് വർക്കിംഗ്, ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? നമുക്ക് മാലാഖ തന്നിരിക്കുന്നത് എന്താണ്, വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്ക് എന്നാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഗാധമായിട്ട് ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ നടപ്പിലാക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അടുത്ത ഏതാനും ആഴ്ച
ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിനോട് ചോദിക്കുക. ഈ മാസമോ അതിന് ശേഷമോ സംഭവിക്കും. അല്ലെങ്കിൽ അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിലേക്ക് അത് വരും. അല്ലെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ക്ഷമയോടും അർപ്പണബോധത്തോടും കൂടി വെയിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നൊരു ഗൈഡൻസ് കൂടി നമുക്ക് തന്നിരിക്കുന്നത് സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ അത് മാറാൻ പോകുന്നു. സാഹചര്യം മെച്ചപ്പെടുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് യൂണിവേഴ്സിനും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം എന്നിരുന്നാലും സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്നു. അതിന് കുറച്ച് സമയമെടുത്തേക്കാം. മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കഠിനാധ്വാനം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ നടത്തിയ പരിശ്രമം അത് വിലമതിക്കും. കാര്യങ്ങൾ മെച്ചപ്പെടും. മുറിവേറ്റ സൗഹൃദങ്ങളോ അസുഖകരമായ ബന്ധങ്ങളോ, അതായത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളോ ഉപേക്ഷിക്കാനുള്ള സമയമല്ല. അതൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളിപ്പോൾ കളയണ്ട കേട്ടോ. അപ്പോൾ ഭാവിയെക്കുറിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട്. ധൈര്യം കൈക്കൊള്ളുക. അതുപോലെ ഫ്യൂച്ചറിൽ ഇരു കക്ഷികൾക്കും സന്തോഷവും സമാധാനവും നല്ലൊരു സാമ്പത്തിക ഭദ്രതയും വരികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നതും ദ ലവേഴ്സാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ച് എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നല്ലപോലെ പ്രെയർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ 7 ചക്രയെ ഉണർത്തുക. അത് ഒരു നിമിഷമാണെങ്കിലും കണ്ണുകളടച്ച് നിങ്ങളത് ചെയ്താൽ മതി. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറാൻ നിങ്ങളുടെ റൂട്ട് ചക്രയെ വർക്ക് ചെയ്യിപ്പിക്കുക. ഇതെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മളതൊക്കെ ശ്രമിച്ച് നോക്കിയാലാണ് നമ്മൾക്കൊരു ചേഞ്ചിങ് ഉണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മളിതെല്ലാം കേട്ടിട്ട് ഇത് വിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങാൻ കിടക്കുമ്പം കണ്ണുകളടച്ച് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും ഒന്ന് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോഴും നിങ്ങൾക്ക് സമയമില്ലാതെ നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കിതും കൊണ്ടൊരു പ്രയോജനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഞാൻ എപ്പോഴും പറയും പോലെ പോസിറ്റീവായി തിങ്കിങ് ചെയ്യുക, മുന്നോട്ട് നോക്കുക. പിന്നിലേക്കുള്ള കാര്യങ്ങളെല്ലാം മറന്നേരെ അതെല്ലാം നമ്മുടെ ലൈഫിൽ വരേണ്ടതായിരുന്നു. അതൊക്കെ അതുപോലെ വന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് ഒരുപാട് ഹൃദയശുദ്ധിയോടുകൂടി ഞാൻ എൻ്റെ ടാറോയോടും പറയും, എനിക്ക് ഓരോ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജും എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും നല്ല മെസ്സേജ് കൊടുക്കാൻ എനിക്ക് സാധിക്കണം, എന്നെ നീ സഹായിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അതിൻ്റെ ഫലം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.